ഇവിടെ എല്ലാം വിദ്യാഭ്യാസമുള്ള തറവാടികളെ വിട്ടു. നിങ്ങൾ നോക്കി, ഇവിടെ തറവാടികളല്ലേ ഇരിക്കുന്നത്. സിനിമ പ്രൊഡ്യൂസർമാരും തിയേറ്ററുകാരും ഡിസ്ട്രിബ്യൂട്ടേഴ്സും തറവാടികളല്ലേ. അല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഭാവികമായും ഞങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അതിന്റെ ഔട്ട്പുട്ട് എന്നാണ് പിന്നെ ഞങ്ങൾ അറിയിക്കുക. കാരണം ഞങ്ങൾക്ക് ചില എല്ലാവർക്കും ഒരേ അഭിപ്രായം ആയിരിക്കത്തില്ലല്ലോ. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏകപക്ഷീയമാണ്. അത് ജുഡീഷ്യൽ പവർ ഉള്ളതല്ല. അത് ആരോപണം മാത്രമാണ്. അത് മാത്രമല്ല, ആരോപണം ഉന്നയിച്ചവരാരാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. കാരണം ചില പ്രധാനമായി നിൽക്കുന്നവരെക്കാൾ അപ്പുറം ഈ സിനിമയിൽ സജീവമല്ലാത്ത ചിലരെ പ്ലാൻ ചെയ്ത് വിട്ട് ഇത് പറയിച്ചതാണ്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ട്രിവാൻഡ്രത്ത് കുറച്ച് പേരെ എടുപ്പിക്കുകയും എറണാകുളത്ത് ഭൂരിപക്ഷം ആൾക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ ഇവിടെ വന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തേടിയ സമയത്ത് ഇവിടെ എറണാകുളത്ത് സ്റ്റഡി ചെയ്ത് ഇവരെ വിടുകയാണ്. ഒരു സ്റ്റഡി റൂമിൽ നിന്നും ഹോം ട്യൂഷൻ കൊടുത്ത് വിട്ടിരിക്കുകയാണ്. ഇന്ന ആക്ഷേപങ്ങൾ പറയണം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ WCCയുടെ ഭാഗത്തുനിന്നും പ്രധാനപ്പെട്ട ആൾക്കാർ ആരും തന്നെ മോശപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതിൽ പ്രധാന നടി പറഞ്ഞു ഇവിടെ ലൈംഗിക പീഡനമില്ല. അപ്പോൾ പറയാം അത് അതിശയിപ്പിച്ചെന്ന്. എന്ത് അതിശയിപ്പിച്ചു? ലൈംഗിക പീഡനം ഇല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അതെങ്ങനെ അതിശയിപ്പിക്കുന്നത്? അപ്പോൾ ലൈംഗിക പീഡനം ഉണ്ടെന്ന് പറയണോ? അതാണോ ശരി? സിനിമയെ ഒന്നും ആക്ഷേപിക്കേണ്ട കാര്യമില്ല. ലോകത്തെല്ലാ മേഖലകളിലും പുഴുക്കുത്തുകളുണ്ട്, മോശപ്പെട്ട പ്രവൃത്തിയുണ്ട്. ലോകത്തെല്ലായിടത്തും പോലീസുണ്ട്, കോടതിയുണ്ട്. അതുകൊണ്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല അല്ലേ? ഈ കേരളത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ കോടതിയുണ്ട്. ഒരു നിയമസഭാ മണ്ഡലത്തിൽ തന്നെ 5-6 പോലീസ് സ്റ്റേഷനുണ്ട്. അതുകൊണ്ട് കുറ്റകൃത്യം നടക്കുന്നില്ലേ? ഡോക്ടർമാരുടെ ഇടയിലില്ലേ? ഏറ്റവും കുറ്റകൃത്യം നടക്കാത്ത, ഇങ്ങനെയുള്ള ലൈംഗിക അപവാദം വരാത്ത മേഖല ഏതാണ്? ആത്മീയ മേഖലയാണ്. ഈ ആത്മീയ മേഖലകളില്ലേ? അതുകൊണ്ട് ആത്മീയ മേഖല എല്ലാവരും മോശക്കാരാണോ? സിനിമയെ ഒന്നടങ്കം മോശക്കാരാക്കേണ്ട കാര്യമില്ല. സിനിമയിൽ വന്ന സ്ത്രീകളെല്ലാം നിങ്ങൾ പറഞ്ഞ പോലെ കൊട്ടേഷൻ കൊടുത്തിരിക്കുക. എന്താ കൊട്ടല്ല? ഇൻവേർട്ടർ കോമലിട എന്താണ്? സഹകരിക്കുന്നവർ. അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായി. മലയാള സിനിമയിൽ അഭിനയിച്ചല്ല സഹകരിക്കുന്നവരാണോ? അത് ഇവിടുത്തെ സ്ത്രീകളോടുള്ള അപമാനമല്ലേ ഇത് ചെയ്തിരിക്കുന്നത്? പിന്നെ മലയാള സിനിമയിൽ പ്രശ്നമുണ്ടില്ലെന്ന് ആര് പറഞ്ഞു? അങ്ങനെ കാണുമല്ലോ, ചില ഞരമ്പ് രോഗികൾ കാണും മലയാള സിനിമയിൽ. അവർ ചെയ്ത പാപങ്ങളെല്ലാം പേരാൻ ഞങ്ങൾക്ക് സൗകര്യമില്ലല്ലോ. ഇവിടെ എല്ലാം വിദ്യാഭ്യാസമുള്ള തറവാടികളെ വിട്ടു. നിങ്ങൾ നോക്കി, ഇവിടെ തറവാടികളല്ലേ ഇരിക്കുന്നത്. സിനിമ പ്രൊഡ്യൂസർമാരും തിയേറ്ററുകാരും ഡിസ്ട്രിബ്യൂട്ടേഴ്സും തറവാടികളല്ലേ. ഇതിനകത്ത് ആരാ സാമൂഹിക വിരുദ്ധമുള്ള പറ? ഏതെങ്കിലും പെറ്റിക്കേസിൽ പെട്ടവരിനകത്തുണ്ടോ? ഇല്ലല്ലോ. പിന്നെ മലയാളത്തിലെ സിനിമയിലെ എല്ലാവരും പിന്നെ എന്താ പറഞ്ഞത്? ഞങ്ങളെല്ലാം ഗുണ്ടകളാണ്, മാഫിയാണ്. എന്നാ മാഫിയ? ഇവിടെ ലോൺ അടയ്ക്കാൻ മാസം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മാഫിയ. ചുമ്മാ അങ്ങ് അടിച്ചു കയറി ഹൈപ്പിന് വേണ്ടിയിട്ട്. ഇതൊന്നും ശരിയല്ല. പിന്നെ എല്ലാ മേഖലയിലും ഇല്ലേ? പോലീസുകാരുടെ ഇല്ലേ? രാഷ്ട്രീയക്കാർ ഇപ്പം രാഷ്ട്രീയക്കാർ കുറ്റത്തോട് കുറ്റമാണ്. രാഷ്ട്രീയ മേഖലയിൽ തെറ്റ് ചെയ്യുന്നവരില്ലേ? അതുകൊണ്ട് ആ രാഷ്ട്രീയ മേഖല മൊത്തം മോശക്കാരാണ്. ഒരാൾ ചെയ്യുന്ന തെറ്റിന് മറ്റുള്ളവരെ ഒന്നടങ്കം ഒരു ഇൻഡസ്ട്രിയെ മോശമാക്കേണ്ട കാര്യമില്ല. അത് മോശമാണ്. ഉണ്ട്, തീർച്ചയായിട്ടും സംശയമായിരിക്കുന്നു. തെറ്റുകൾ നടക്കാൻ പാടില്ല. ഒരു സംഘടന എന്തോ ഞങ്ങളല്ല തിരുത്തേണ്ടത്. ആ ആള് വന്ന് ഇത് ആരാണ് തെറ്റ് ചെയ്തത്? 10,000-കണക്കിന് പേര് പ്രവർത്തിക്കുന്നുണ്ട്. അവരോടെല്ലാം സ്വഭാവ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾ ഇത്രയും പേര് ഇരിപ്പില്ലേ? നിങ്ങളിൽ ഏതൊക്കെ സ്വഭാവക്കാർ ഞങ്ങളെങ്ങനെ അറിയുന്നത്? ചാനൽ റൂമുകളിലില്ലേ പ്രശ്നങ്ങളുണ്ടായിട്ടില്ലേ? ഇതൊക്കെ ഉണ്ടാവും. മനുഷ്യരല്ലേ? എല്ലാ മനുഷ്യരും നല്ലവരായിരുന്നെങ്കിൽ ഈ ലോകത്ത് കോടതി വേണ്ടായിരുന്നല്ലോ. എല്ലാ മനുഷ്യരും നല്ലവരായിരുന്നു ഈ ലോകത്ത് പോലീസ് വേണ്ടായിരുന്നല്ലോ. ഇവിടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാ മനുഷ്യർക്കും ഉണ്ട്. മനുഷ്യരൊന്നും പൂർണ്ണരല്ലല്ലോ. അതുകൊണ്ട് 10,000-കണക്കിന് പേർ പ്രവർത്തിക്കുന്ന ഒരു മേഖല സിനിമ. അതിൽ വരുന്നവരെല്ലാം സ്വഭാവ സർട്ടിഫിക്കറ്റ് ആയിട്ട് വരണം. അല്ല, അത് ഞങ്ങളുടെ ലോ ആൻഡ് ഓർഡർ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതല്ല.